രസകരമായ ഒരു സംഭവ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. KSRTC ബസ്സെന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ വലിയ പുച്ഛമായിരിക്കും. സ്വന്തം കാറ് അല്ലെങ്കിൽ ലക്ഷറി ബസ് ഇതൊക്കെ ആയിരിക്കും പെട്ടെന്ന് സെലക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ KSRTC ബസ്സിലുണ്ടായ ഒരു സംഭവം. ആലപ്പുഴ ഡിപ്പോയിലെ K പ്രകാശ് എന്ന കണ്ടക്ടർ, അദ്ദേഹം രാവിലെ 8 മണിക്ക് ബസ് ആലപ്പുഴയിൽ നിന്ന് പുറപ്പെടുന്നു. ആലപ്പുഴയിൽ നിന്ന് 4 AC റോഡ് വഴി 4 കിലോമീറ്റർ സഞ്ചരിച്ച് കൈതവന എത്തുന്നു. അവിടെ നിന്ന് കൈതവന സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് സ്ത്രീകൾ കയറുന്നു. 2 നാടോടി തമിഴ് സ്ത്രീകൾ കൂടി ആ സംഘത്തിലുണ്ട്. സ്ത്രീകൾക്കൊപ്പം അവരും ബസ്സിൽ കയറുന്നു. ആ സ്ത്രീകൾ കയറുമ്പോൾ തന്നെ പ്രസാദ് ആ സ്ത്രീകളെ ശ്രദ്ധിച്ചു. എന്തൊക്കെയോ സംശയങ്ങൾ പ്രസാദിന് ഉടലെടുത്തു. പ്രസാദ് അവരുടെ അടുത്ത് ടിക്കറ്റ് ചോദിച്ചു. മറ്റ് സ്ത്രീകളൊക്കെ ടിക്കറ്റ് എടുത്തു. ഇവരോട് ടിക്കറ്റ് ചോദിച്ചു. ഇവർ പറഞ്ഞു അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം എന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് പറഞ്ഞു അടുത്ത സ്റ്റോപ്പ് എന്താണ്, മങ്കൊമ്പിൽ ഇറങ്ങിയാൽ മതി, മങ്കൊമ്പ് സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് ടിക്കറ്റ് എടുത്തു. എന്നിട്ട് മങ്കൊമ്പ് എത്തുന്നതിന് മുന്നേ പെട്ടെന്ന് ഇവർ പറഞ്ഞു കൈനഗിരി ഇറങ്ങണം എന്ന് പറഞ്ഞ് കൈനഗിരി എത്തിയപ്പോൾ ചാടി ഇറങ്ങി 2 സ്ത്രീകൾ. അപ്പോൾ ഇയാൾക്ക് സംശയം ബലപ്പെട്ടു. ഇവർ ഈ സ്ത്രീകൾ ഇറങ്ങിയ ഉടനെ തന്നെ ബസ് ഡബിൾ ബെല്ല് കൊടുക്കുന്നതിന് മുന്നേ ഈ പ്രസാദ് വിളിച്ച് ചോദിച്ചു ആരുടെയെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു. സംശയം കൊണ്ട് ചോദിച്ചതാണ്. അപ്പോൾ ഒരു അമ്മാമ വിളിച്ച് പറഞ്ഞു അയ്യോ എൻ്റെ 7 പവൻ്റെ മാല പോയേ, എൻ്റെ 7 പവൻ്റെ മാല പോയേ എന്ന് വലിയ നിലവിളിക്കാൻ തുടങ്ങി. ബസ് അവിടെ നിർത്തി. പ്രസാദ് നോക്കുമ്പോൾ ഈ സ്ത്രീകൾ ഇങ്ങനെ വേഗത്തിൽ പോവുക, ബസ്സിൻ്റെ പിന്നാലെ പോവുക, ഓട്ടോ പിടിക്കാൻ. പ്രസാദ് ഇറങ്ങി ഓടി, ഈ സ്ത്രീകളുടെ പുറകെ ഓടി. സ്ത്രീകൾ മുന്നേ ഓടുവാൻ, പ്രസാദ് പുറകെ ഓടി. പ്രസാദ് പുറകെ ഓടിയപ്പോൾ ഈ സ്ത്രീകൾ ഒരു ഓട്ടോറിക്ഷ കയറി പോകാൻ തുടങ്ങുന്നു. ഓട്ടോക്കാരനെ തടഞ്ഞു നിർത്തി. പ്രസാദ് പറഞ്ഞു ഓട്ടോ എടുക്കരുത്. ഇപ്പോൾ സ്ത്രീയുടെ കയ്യിൽ മാല ഇരിപ്പുണ്ട്, മാല ഇങ്ങനെ പൊത്തി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ തൊണ്ടി മുതലോടുകൂടി ഈ സ്ത്രീകളെ പ്രസാദ് പിടിച്ചിട്ട് അവിടെ നിന്ന് തന്നെ മൊബൈൽ ഫോണിൽ നെടുമുടി പോലീസിനെ വിളിച്ചു വരുത്തി. നെടുമുടി പോലീസ് വിളി കേട്ടപാടെ വണ്ടിയിൽ പാഞ്ഞെത്തി സ്ത്രീകളെ കസ്റ്റഡിയിലെടുത്തു. തൊണ്ടിമുതലും കൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക്, ബസ് പിന്നാലെ സ്റ്റേഷനിലേക്ക്. അവിടെ വെച്ച് നഷ്ടപ്പെട്ട സ്ത്രീക്ക് മാല കൊടുത്തു. പ്രസാദിനെ പോലീസ് അഭിനന്ദിച്ചു. പ്രസാദ് ബസ്സും കൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര പുറപ്പെട്ടു. തുടർന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലൊക്കെ വിവരം അറിയിച്ചു. ഇങ്ങനെ പ്രസാദ് എന്ന് പറഞ്ഞൊരു KSRTC കണ്ടക്ടറാണ് ഇങ്ങനെ 2 സ്ത്രീകളെ പിടിച്ച് ഏൽപ്പിച്ചു, അവർക്ക് മാല തിരിച്ചു കൊടുത്തു, ഈ സ്ത്രീകളെ മോഷണ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രസാദിന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് അഭിനന്ദനം കിട്ടി. അതുപോലെ തന്നെ KSRTCയിലെ ആളുകളും പ്രസാദിനെ അഭിനന്ദിച്ചു. ഞാൻ പറഞ്ഞു വന്നത് KSRTCയിലെ ഉദ്യോഗസ്ഥർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പെൺകുട്ടി അർദ്ധരാത്രി ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ അവർക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങി, പക്ഷേ കൂട്ടിക്കൊണ്ടുപോകാൻ അച്ഛനോ ബ്രദറോ എത്തിയിട്ടില്ല. അപ്പോൾ അവർ എത്തുന്നത് വരെ ആ ബസ്സിലെ മറ്റ് യാത്രക്കാരും ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ വെയിറ്റ് ചെയ്യുക. ആ പെൺകുട്ടിയെ സുരക്ഷിതമായ ആളുടെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം യാത്ര ചെയ്യുന്ന അവസ്ഥ. അതുപോലെ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നമുണ്ടെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കുന്ന അവസ്ഥ. ഇതൊക്കെ KSRTC ചെയ്യുന്ന നന്മയുള്ള കാര്യങ്ങളാണ്. ആ നന്മയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് KSRTCയെ അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല. ഈ പ്രകാശിന് യോഗനാഥം ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. പ്രകാശിനെ പോലുള്ള ആളുകൾ, പ്രകാശിൻ്റെ ആ ഡിക്റ്റേറ്റീവ് ബുദ്ധിയാണ് അമ്മാമ്മയുടെ 7 പവൻ്റെ മാല തിരികെ കിട്ടാൻ ഇടയാക്കിയത്. എല്ലാ നാടോടി സ്ത്രീകളും മോഷണ സ്വഭാവം ഉള്ള ആളുകളല്ല. പക്ഷേ നാടോടി സ്ത്രീകൾ കയറുമ്പോൾ തന്നെ അവരിലെന്തോ സംശയം തോന്നി. ആ സംശയമാണ് അവർ ഇറങ്ങിയ ഉടനെ തന്നെ ഇങ്ങനെ ചോദിക്കാൻ പ്രകാശിനെ പ്രേരിപ്പിച്ചത്. ആ ചോദ്യമാണ് ബലപ്പെട്ടത്. ചോദിച്ചതുകൊണ്ടാണ് അപ്പോൾ തന്നെ അവരെ കൈയോടെ പിടികൂടാൻ സാധിച്ചത്. അല്ല പിന്നീടാണ് ബസ് 2-3 സ്റ്റോപ്പ് കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ പോലും ഈ മാല കിട്ടുകയില്ലായിരുന്നു. കാരണം അവർ ഓട്ടോ പിടിച്ച് വേറെ എങ്ങോട്ടെങ്കിലും അപ്രത്യക്ഷരായേനെ. പിന്നെ CCTV പരിശോധിക്കണം. ഒരുപക്ഷെ കിട്ടുമായിരിക്കാം, പക്ഷേ നീണ്ടുപോകും ഈ കേസന്വേഷണവും തൊണ്ടിമുതൽ പിടിക്കലും ഒക്കെ. ഇത് പെട്ടെന്ന് തന്നെ പ്രതികളെയും തൊണ്ടിമുതലും കണ്ടെത്തി നെടുമുടി പോലീസ് അവരുടെ ഇടപെടലും വളരെ കൃത്യമായി നടന്നു. അതുകൊണ്ട് ഈ നഷ്ടപ്പെട്ട മാല വീട്ടമ്മയ്ക്ക് ഉടനെ തന്നെ തിരിച്ച് കിട്ടാൻ ഇടയാക്കിയത് കണ്ടക്ടറുടെ ആ ഡിക്റ്റേറ്റീവ് ബുദ്ധിയാണ്.